ഹലോ, ഫെദർ ടച്ച് ബൈ ജിസി ലാൻസാർ. ഇന്ന് ഞാൻ വന്നത് ഒരു മിഷനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് എംബ്രോയിഡിങ്ങിൻ്റെ മിഷനാണ്. കണ്ടോ, സാധാരണ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ മിഷനല്ല, സാധാരണ നമ്മളെ എംബ്രോയിഡിങ് മിഷൻ. പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്ത മിഷനാണിത്. കണ്ടോ, ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിനെ പറ്റിയിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയണ്ടാവും ഈ മിഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ ഇതാ ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ അഡ്ജസ്റ്റ് മുഴുവനും വരുന്നത്. ഈ ഭാഗത്താണ് സ്റ്റിച്ചിങ്ങിൻ്റെ ഇവിടെയാണ് നമ്മളിങ്ങനെ എന്താ പറയുക, അതിൻ്റെ സിഗ്സാക്ക് പോലെ ഇങ്ങനെ സ്റ്റിച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഷേപ്പ് ചെയ്യുകയാണ് നമ്മൾ ഈ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ. ഇത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ സാധാരണ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതും ഇതിനെ പറ്റിയിട്ട് അറിയുന്നവർക്ക് അറിയണ്ടാവും. ഈ ഒരു മിഷൻ ഞാൻ വാങ്ങിച്ചു. ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരാഴ്ചയായി. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച ആ ഒരു സമയത്ത് യൂസ് ചെയ്തതാണ്. പിന്നീട് ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇത് പതുക്കനെ നമ്മൾ ചെയ്യും. ഇതിൻ്റെ മുകളിൽ സിഗ്സാക്ക്, അതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ ചെയ്യും. വലിയ വർക്കോസ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം അത്രയും എക്സ്പീരിയൻസ് വേണം. നമ്മൾ ഇതിൽ സാധാ മിഷൻ അതിലല്ല, നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂ. അപ്പോൾ വാങ്ങിച്ച് കൊണ്ടുവന്നു, നൂലൊക്കെ ഇട്ടു, ചെറുതായി പൊട്ടിയൊക്കെ പോകുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളെ കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ വലുപ്പത്തിനനുസരിച്ച് നമുക്കൊരു മിഷനായി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇതിന് സ്റ്റിച്ചിങ്ങും ഇതൊക്കെ പിന്നീട് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. ഈ മിഷന് എന്ന് വെച്ചാൽ കൂടുതൽ അവൈലബിൾ അല്ല കേട്ടോ. ഇപ്പം 1-2 മിഷനേ ഉള്ളൂ. ഞാൻ കുറേ നോക്കിയതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു മിഷൻ കിട്ടിയത്. ഇതാ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ്. പിന്നെ താഴെ അവിടെ ഒരു മോട്ടർ വരുന്നുണ്ട്. നല്ല നമുക്ക് ഈ ഒരു മിഷൻ എന്ന് വെച്ചാൽ ഫുള്ള് ബാലൻസിലാണ് ഈ ഒരു മിഷൻ വരുന്നത്. നമുക്ക് അത്രയും ബാലൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ അവൈലബിൾ അല്ല ഈ മിഷൻ ഇപ്പം. ഈ മിഷൻ എന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല. കമ്പ്യൂട്ടർ മിഷനാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ എംബ്രോയിഡിങ്ങിൻ്റെ. അതാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ പഠിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റൂ. ഈ ഒരു മിഷന് ഇവിടെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ് വരുന്നത്. നമ്മൾ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ പൊന്തും. കണ്ടില്ലേ, ഇതിങ്ങനെ പൊന്തുമ്പോൾ ഇവിടെയാണ് ശരിക്കും നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഇത് വരുന്നത്. എന്താ പറയുക, ലെങ്ത്ത്, വീതി വരുന്നത്. വീതി കുറഞ്ഞത്, 0 കുറഞ്ഞത്, അതിൽ കൂടിയത് 2 കൂടി 3 4 അങ്ങനെ കൂടി ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും നമ്മളെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു മിഷൻ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചൊരു മിഷൻ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചൊരു മിഷന്. ഇതിലായിരുന്നു സ്റ്റിച്ച് ചെയ്തതും. ഇതിലിങ്ങനെ നിങ്ങൾക്ക് അറിയാണ്ടാവും. ഇതിൽ ചെറിയ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും സ്റ്റിച്ചാണ് ഇതിൽ വരുന്നത്. എംബ്രോയിഡിങ്ങിൻ്റെ സ്റ്റിച്ച്, ചെറിയ സ്റ്റിച്ചുകൾ. പിന്നുള്ളത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മിഷന്. ഇത് ഫുള്ളായി കിടക്കുന്ന ഒന്നല്ല, ഞാൻ സ്റ്റിച്ചിങ്ങിലാണ്, എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഫുള്ളും കാണുന്നത്. ഈ ഒരു മിഷൻ വാങ്ങിക്കുമ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രം ഈ ഒരു മിഷൻ വാങ്ങുന്നതായിരിക്കും നന്നാവുക. അല്ലാതെ നമുക്ക് പഠിക്കാതെ ഇത് വാങ്ങിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മിഷൻ യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. പെട്ടെന്ന് നമുക്കത് വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ.